ഈ കാണുന്ന യൂത ശ്മശാനത്തിലെ ഒന്നോടൊന്ന് ചേർന്ന് കാണുന്ന കല്ലറകൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതിന് സമീപത്ത് തന്നെയാണ് യാതനയുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്, ദ ബസലിക്ക ഓഫ് ദ ആഗണി. 12 രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ചതിനാൽ സാർവദേശീയ ദേവാലയം എന്ന പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. ഈ ദേവാലയം നിർമ്മിക്കുവാൻ സഹായിച്ച രാജ്യങ്ങൾ അർജന്റീന, ബെൽജിയം, ബ്രസീൽ, കാനഡ, ചിലി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, മെക്സിക്കോ, സ്പെയിൻ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവയാണ്. ഹംഗറി, ഫിൻലൻഡ്, പോളണ്ട് എന്നീ രാജ്യങ്ങളാണ് ഇവിടെയുള്ള മൊസൈക്ക് ചിത്രങ്ങൾ സംഭാവന ചെയ്തത്. യേശുക്രിസ്തു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം തന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ച ഇവിടെ എത്തുമ്പോൾ ദുഃഖകരമായ അനുഭവം നമ്മിലേക്കും കടന്നു വരും. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേർ ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നു ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുൻപിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്ത് ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തൂ. അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. കർത്താവ് ഇരുന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിച്ച പാറയാണിത്. ഈ പാറയ്ക്ക് ചുറ്റുമുള്ള മുൾക്കിരീട രീതിയിലുള്ള നിർമ്മിതി ഓസ്ട്രേലിയയുടെ സംഭാവനയാണ്. യൂദാസ് ചുംബനം കൊണ്ട് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ചിത്രമാണിത്. നക്ഷത്രനിബിഡമായ നീലാകാശത്തിൻ്റെ നിറമുള്ള താഴികക്കുടങ്ങളുടെ ഉൾഭാഗം പീഡാനുഭവ രാത്രിയെ അനുസ്മരിപ്പിക്കുന്നു.
മുസ്ലിങ്ങളുടെ ആക്രമണത്താൽ നിങ്ങൾ വെട്ടി നശിപ്പിച്ചുവെങ്കിലും വേരിൽ നിന്നും വീണ്ടും മുളച്ചു വരികയുണ്ടായി. ഒരു ഭാഗം ചുക്കിച്ചുളുങ്ങി ഉണങ്ങിയിരിക്കുന്നെങ്കിലും ഉള്ളിലെ പോടുകളിൽ നിന്നും പുതുശിഖരങ്ങൾ സമൃദ്ധമായി വളർന്നു വരുന്നുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവത്തെ നിശബ്ദമായി പ്രഘോഷിക്കുകയാണ് ഈ ഒലിവുമരങ്ങൾ.